ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ജനാധിപത്യ രാഷ്ട്രീയ സഭ നിങ്ങൾക്കറിയാം, ഡോക്ടർ BR അംബേദ്കറേയും മഹാത്മാ അയ്യൻകാളിയുടെയും ഒക്കെ ആശയധാരയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ അത് NDAയുടെ 2016 മുതൽ NDAയുടെ ഘടകകക്ഷിയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തരമൊരു പത്രസമ്മേളനം നടത്തുന്നത്. പത്രസമ്മേളനത്തിൻ്റെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. പത്രസമ്മേളനം നടത്തുന്നത് JRSൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭയുടെ പ്രസിഡന്റ് ശ്രീ EP കുമാരദാസ്, ഞാൻ ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് സുനിൽ C കുട്ടപ്പൻ. പത്രസമ്മേളനത്തെ വിശദീകരിക്കാനായിട്ട് പ്രസിഡന്റിനെ ക്ഷണിക്കും. JRS ഒരു രാഷ്ട്രീയ നവോത്ഥാന പ്രസ്ഥാനമാണ്. കേരളത്തിലെ മുഴുവൻ ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ സമുദായ സംഘടനകളുടെ അവരൊക്കെ പിന്തുണയോടുകൂടിയാണ് ഈ ജനാധിപത്യ രാഷ്ട്രീയ സഭ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലാ കൺവെൻഷൻ ഈ വരുന്ന 7-ാം തീയതി ശനിയാഴ്ച കിളിമാനൂർ വെച്ച് നടക്കുകയാണ്. കിളിമാനൂർ വെച്ച് നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് വകുപ്പ് കേന്ദ്രമന്ത്രി ശോഭ കരുന്തലജയാണ്. അതിന് മുഖ്യാതിഥിയായിട്ട് BJPയുടെ NDAയുടെ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ദേശീയ പ്രവർത്തക സമിതി അംഗം കുമ്മനം രാജശേഖരനാണ്. അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നൊരു വിഷയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഭാഗങ്ങളിലുള്ള വേഡർ സമുദായമുണ്ട്. അവർ അച്ഛൻ ST ലിസ്റ്റിലും മകൻ SC ലിസ്റ്റിലുമായി കിടക്കുന്ന ഒരു 30,000-ഓളം വരുന്ന ജനസംഖ്യയാണ്. അവർ മാറി വന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഒരുപാട് മെമ്മോറണ്ടങ്ങൾ കൊടുക്കുകയും ഇപ്പോൾ ശരിയാകും എന്ന നിലയിലുള്ള തീരുമാനങ്ങളിൽ എത്തും എന്ന നിലയിലുള്ള കിടക്കുകയാണ് തീരുമാനം. അത് ഉദ്യോഗസ്ഥന്മാർ അവരെ ചുവപ്പ് നാടയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ, NDA സർക്കാർ ആ വിഷയം ഏറ്റെടുത്ത് പരിഹരിക്കാനുള്ള നിവേദനമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഫണ്ടുകളുണ്ട്. ഈ ഫണ്ടുകൾ കേരള സർക്കാർ അതിൻ്റെ ഒപ്പം അവസാനത്തെ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളിലൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ ഈ മേഖലയിൽ ചെലവഴിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഈ മേഖലയിൽ ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപ, ആ കോടിക്കണക്കിന് രൂപ വകമാറിപ്പോവുകയാണ് ചെയ്തത്. ആ വകമാറിപ്പോകുന്ന ഫണ്ടുകളെ അത് വേറെ നിയമങ്ങൾ വെക്കുന്നതിനുപരി അതിനൊരു വികസന ഡെവലപ്മെൻറ്റ് ആക്ട് ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതേപോലെ ഒരു ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാവണം. ഈ ഫണ്ടുകളൊക്കെ ചിലവഴിക്കുമ്പോൾ അതിൽ ഇടപെടാനും അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒന്നും തന്നെ ഈ വിഭാഗങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വികസന അതോറിറ്റി ഉണ്ടാക്കുമ്പോൾ, ഈ ആക്ടിൻ്റെ കീഴിൽ അതിൻ്റെ അതോറിറ്റികൾ ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ സാമുദായിക പ്രാതിനിധ്യം അതിൽ ഉറപ്പ് വരുത്തണം. അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കാൻ അതിന് കഴിയണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ ഞങ്ങളൊരു കാര്യം കൂടെ, ഈ 1950 ഭരണഘടന ഉണ്ടാകുന്നത്. ആ ഭരണഘടനയിൽ തന്നെ ഈ പൊതുസമൂഹവും പട്ടിക വിഭാഗങ്ങളും തമ്മിൽ അന്തരം നിലനിൽക്കുന്നത് അസന്തുലിതം ഉണ്ടായിരുന്നു. ആ അസന്തുലിതം ഉണ്ടാവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഒരൊറ്റ ജനത, ഒറ്റ രാജ്യം, എല്ലാ സഹോദരന്മാരും എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരായി കഴിയുന്ന ഒരു കാലഘട്ടം, അതാണ് വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവരണം ഉണ്ടാകുന്നത്. സംവരണം എന്നുള്ളത് ഏതെങ്കിലും സാമ്പത്തിക ശക്തിയാവാനുള്ളതല്ല, ഈ സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ഊന്നിയിട്ടുള്ളത് രാഷ്ട്രീയ സംവരണമാണ്. ആ രാഷ്ട്രീയ സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമനിർമ്മാണ സഭകളിൽ
ഈ വിഭാഗത്തിൻ്റെ അഭിപ്രായങ്ങൾ, വാദങ്ങൾ, അതേപോലെ തന്നെ അവരുടെ നിർദ്ദേശങ്ങൾ, തിരുത്തുകൾ, എതിർപ്പുകളൊക്കെ തന്നെ ഈ ഭാഗത്തിന് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകണമെന്നുള്ളതുകൊണ്ടാണ് രാഷ്ട്രീയ സംവരണം ഉണ്ടാകുന്നത്, ഭരണഘടനയിൽ വിഭാവനം ചെയ്തത്. പക്ഷേ ഈ ഭരണഘടനയിൽ ഇത് വിഭാവനം ചെയ്തതിന് ശേഷം ആ ഭരണഘടന അവിടെ വയ്ക്കുമ്പോൾ തന്നെ അത് കേരള സർക്കാർ മുഴുവൻ തന്നെ ഈ സംവരണം ഈ ഭാഗത്തിന് നൽകുന്നില്ല. അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അവകാശമായിട്ട് അവർ സ്വകാര്യമായി വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങളിൽ 76 വർഷം ഈ പട്ടിക വിഭാഗങ്ങൾക്കെതിരെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അവർ നിർദ്ദേശം വെക്കേണ്ട കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഗ്രാൻറ്റിൻ്റെ വിഷയം, ഇപ്പോൾ ഈ ഗ്രാൻറ്റിൻ്റെ ഇതിലെല്ലാ ആൾക്കാരും കൂടെ പ്രതിഷേധങ്ങളുണ്ടാക്കിയാണ്. ഈ വിഷയങ്ങൾ പോലും നിയമനിർമ്മാണ സഭകളിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം, ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണം എന്നൊരാവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് JRS മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കാനുള്ളത്.